2018 പ്രളയ നാളുകളിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തും നടത്തിയ ഇടപെടലുകളുടെ മനക്കരുത്തുമായാണ് മുൻ ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ മാത്തോട്ടം വാർഡിൽ നിന്ന് CPIM-നെ പ്രതിനിധീകരിച്ചാണ് അനിതകുമാരി മത്സരിക്കുന്നത്. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കോർപ്പറേഷനിലെ മാത്തോട്ടം വാർഡിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് മുൻ ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരിയാണ്. അവർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനെ ഒരു ചിന്താഗതി? അതല്ല, നമുക്ക് എന്തെങ്കിലും ജനഹിതമായ പ്രവർത്തനം നടത്താൻ എനിക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നമുക്ക് ജനങ്ങളിലേക്ക് ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ളൊരു അവസരം പാർട്ടി തന്നപ്പോൾ വളരെ സന്തോഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇപ്പം കേരളത്തിലായാലും കോർപ്പറേഷനായാലും നടത്തുന്ന ഓരോ നല്ല വികസന പ്രവർത്തകരുണ്ട്. ഒന്നാമതായി നിൽക്കുന്ന ഒരു കോർപ്പറേഷനും കൂടിയാണ് കോഴിക്കോട്. അത് തീർച്ചയായിട്ടും അതൊരു അംഗീകാരം തന്നെയാണ് അതിലേക്ക് മത്സരിക്കാൻ കിട്ടുന്ന അവസരം. മാത്തോട്ടം ഗ്രാമം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കൗൺസിലർ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ കുറേ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പകുതി തുടർ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതിന് ആദ്യം മുൻഗണന കൊടുത്തിട്ടായിരിക്കും ഇനിയുള്ള പ്രവർത്തനം ഉണ്ടാകും. ദുരന്ത നിവാരണത്തിൻ്റെ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. സ്വാഭാവികമായും മഴക്കാലമൊക്കെ എത്തുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മുതൽക്കൂട്ടാവും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 2018-ലും 2019-ലും ഇപ്പോൾ അവസാനം ഞാൻ റിട്ടയർഡ് ആവുന്നതിൻ്റെ ഒരു 7-8 മാസം മുമ്പേ ഞാൻ വയനാട് ജില്ലയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ ഉരുൾപൊട്ടലിന് അവിടുത്തെ പ്രധാനമായി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരു ഓഫീസറെന്ന രീതിയിൽ, കാരണം അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻ സെൻ്ററായിരുന്നു. ആ കളക്ഷൻ സെൻ്ററിൽ ഏതാണ്ട് നമ്മൾ ഒരു 75,000 കിറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഫർണിച്ചർ കിറ്റുകൾ 450ഓളം ഫർണിച്ചർ കിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചില ഫുഡാണ് മെയിനായിട്ടുള്ള, പിന്നെ അവർ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് യാതൊരുവിധ ഒരു പരാജയമില്ലാതെ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ. എന്നാൽ തീർച്ചയായിട്ടും അതെനിക്കൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ആശംസകൾ. താങ്ക് യു. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.